ഡോക്ടർ ഡേറ്റ് പറയുമ്പോൾ ഏട്ടൻ വരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല പെയിൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡെലിവറി ആവും ഏട്ടൻ വാന്ന് പറഞ്ഞപ്പോഴേക്കും ഏട്ടൻ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നാട്ടിലെത്തിയിട്ടോ. കാശിക്കൊണ്ടാണെങ്കിൽ അച്ഛനെ കണ്ട സന്തോഷത്തിൽ മേത്തേറി ഇരിക്കുന്നതാണ് ഗൈസാ കാണുന്നത്. അവനോടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് വന്ന് കണ്ടുകൊണ്ട് അവൻ ഒന്നും മിണ്ടണ്ടായില്ല. നേരെ കയറി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അച്ഛൻ്റെ മേത്ത്. കുറച്ച് കരഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവൻ താഴോട്ടൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെയാണെങ്കിൽ കാശിക്കുഞ്ഞിൻ്റെ പല്ല് പോയിട്ടുണ്ടായിട്ടോ. ആദ്യത്തെ പാൽപ്പല്ല് പോയിട്ടുണ്ടായേ. അത് അച്ഛൻ വരുമ്പോൾ അച്ഛനെയും കൂട്ടിയിട്ട് ടെറസിലേക്ക് എറിയണം, പരപ്പുറത്ത് എറിയണം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. അതേ സ്വർണ്ണം ഭയങ്കര പൊതിയിലൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായത്. അങ്ങനെ അച്ഛനും കൂടി ആദ്യത്തെ പാൽപ്പല്ല് എറിയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ടെറസിലേക്ക്. പണ്ട് പരപ്പുറത്തേക്ക് അറിയാം, ഇപ്പം നമുക്ക് ടെറസിലേക്ക് അറിയാം. അങ്ങനെ പലകപ്പല്ല് പോയി കീരിപ്പല്ല് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചൊല്ലിയത് എങ്ങനെ അറിയുന്നുണ്ട് ഗൈസ്. അപ്പം അത്രയുള്ളൂ. ടാറ്റാ.